ഹലോ. നവരാത്രിയോടനുബന്ധിച്ച് മോളെ കോളേജിലെ ക്ലാസ്സൊക്കെ ലീവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഇന്നലെ രാത്രിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. വണ്ടിയൊക്കെ എടുത്തിട്ട് അവൾ പോകുന്നതേ ചിക്കൻ വാങ്ങിക്കാനായിട്ട് കടയിലേക്കാണ് കേട്ടോ. രാവിലെ ചായപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മീൻകാരനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോഴേക്കും ഒരുവിധം മീൻകാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഈ ഏട്ടൻ വിളിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ നിൽക്കണ നേരം കൊണ്ട് എരമംഗലത്ത് പോയിട്ട് എന്തെങ്കിലും മീനോ ഇറച്ചിയോ വാങ്ങിച്ച് കൊടുന്നൂടെ എന്ന് ചോദിച്ചായിരുന്നേ. ഇന്നിപ്പോൾ മീനോ ചിക്കനോ വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഞാൻ എരമംഗലത്തേക്ക് പോകണ്ടേ എന്നുള്ളൊരു മടിയായിരുന്നു എനിക്ക് മടിയാണെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ തന്നെ പറഞ്ഞു മോളേനെ വണ്ടിയുമ്പോൾ പറഞ്ഞയച്ചിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് വരാൻ പറയുക എന്നൊക്കെ പറഞ്ഞുട്ടാ. ഞാനത് പറഞ്ഞതും കേട്ട പാതി കേൾക്കാതെ പാതി ചാവി എടുത്തിട്ട് ആള് പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് ഒരു ഉപകാരം ചെയ്യുന്നേട്ടാ. സംഭവം വേറെ ഒന്നല്ല, വണ്ടിയുമ്പോൾ പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യുന്ന കാരണം ഇവർക്ക് ഭയങ്കര മടിയാണ് കടയിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞാലേ. ഇനി എന്തായാലും ഒറ്റയ്ക്കൊക്കെ ചെയ്യട്ടെ എന്ന് ഞാനും അങ്ങോട്ട് വിചാരിച്ചുട്ടാ. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്ത് അതൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കറിൽ പരിപ്പ് കറി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് പൊരിക്കാനും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടൊക്കെ ഉണ്ടാക്കി അത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുളക് പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുളക് വാങ്ങിച്ചിട്ട് 2 ദിവസമായിട്ടാണ് 2 കിലോ മുളക് മേടിച്ചിട്ടുണ്ടായിരുന്നു. മുളക് ഇപ്പോൾ പുറത്തിട്ട് ഉണക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. കാരണം എപ്പോഴും മഴയാണല്ലോ. അതുകൊണ്ട് അടുപ്പിൻ്റെ സൈഡിൽ ഇട്ടിട്ടാണ് മുളകൊക്കെ ഉണക്കിയെടുക്കുന്നത്. പകുതി കഴുകിയിട്ടാണ് ഇതുപോലെ ഉണക്കിയെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കൂടുതൽ കറിവേപ്പിലൊക്കെ ഇട്ടെടുത്തു. പച്ചക്കറിയുടെ കൂടെ ചിക്കൻ പൊരിച്ചതോ മീൻ പൊരിച്ചതോ ഉണക്കൽ പൊരിച്ചതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉഷാറല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ പൊരിച്ചതൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതാ നല്ല കട്ടിക്കുള്ള പരിപ്പ് കറി ഉണ്ട്. പരിപ്പ് കറിയിൽ കുത്തുമുളക് വറവിടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ 3 പേരും ചോറൊക്കെ കഴിച്ചു. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ നേരത്തെ. എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു.